ഹായ് മക്കളെ, +1 റിസൾട്ട് വന്നിട്ടുണ്ട്. പല ഡേറ്റുകളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. അതായത് ചില സമയത്ത് പറഞ്ഞു ജൂലൈയിലാണ്, ചില സമയത്ത് പറഞ്ഞു ജൂൺ മാസം 3-ാം തീയതി വരുമെന്ന് പറഞ്ഞു. പിന്നെ അത് വീണ്ടും മാറ്റി ജൂൺ 2-ാം തീയതിയിലേക്ക്. അതായത് സ്കൂൾ തുറന്ന് നിങ്ങൾ സ്കൂളിലേക്ക് എത്തിയപ്പോഴേക്കും നിങ്ങൾക്ക് നല്ലൊരു കണി തരാമെന്ന് പറഞ്ഞ പോലെ റിസൾട്ട് വന്നു. എന്തായാലും റിസൾട്ട് ചിലർക്ക് കുറച്ച് മാർക്ക് കുറഞ്ഞിട്ടുണ്ടായിരിക്കാം, ചിലർക്ക് നല്ല മാർക്ക് ഉണ്ടായിരിക്കും. നല്ല മാർക്കുള്ളവരൊന്നും ഓവർ കോൺഫിഡൻസോട് കൂടി മുന്നോട്ട് പോവാതെ, കാരണം +2 കൂടി കൂട്ടുമ്പോഴുള്ള മാർക്കായിട്ടാണ് വരാം. ഓക്കെ, നമുക്ക് കാര്യത്തിലേക്ക് എന്തായാലും വരാം. മാർക്ക് കുറഞ്ഞവരൊന്നും വിഷമിക്കേണ്ട. ഇനി മാർക്ക് കൂടിയ ആളുകളാവട്ടെ കുറഞ്ഞ ആളുകളാവട്ടെ, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കാം. ഏതിലാണ് നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞത്, ഇനി എന്ത് ചെയ്യാൻ പറ്റുന്നത് നോക്കാം. ഇനി കുറച്ച് പേർക്കുള്ള സംശയം, കുറച്ചൊന്നുമല്ല ഒരുപാട് പേർക്കുള്ള സംശയമാണ്. +1 കഴിഞ്ഞാൽ +2 ആശ്വസിക്കാൻ വേണ്ടി ഒരുപാട് പേരുടെ സംശയമാണ്, സാറേ ഡബിൾ പാസ്, അതായത് +1 +2 കൂട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ജയിച്ചു എന്ന് എപ്പോഴാണ് പറയാൻ പറ്റുക? ഡബിൾ പാസ് എത്ര മാർക്കാണ്? അതായത് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് ഉണ്ടാവൂലേ? 80 മാർക്കിന് എഴുതിയ സബ്ജക്റ്റുകളിലെ അതിൽ നിങ്ങൾ 48 മാർക്കാണ് നിങ്ങൾ വാങ്ങിയതെങ്കിൽ നിങ്ങൾ +2 പാസ്സാണ്. +2 പാസ്സാണ്. അതെന്താ അങ്ങനെയാണ്. അതാണ് ഈ ഡബിൾ പാസ് എന്ന് പറയുന്നത്. ഇനി 60 മാർക്കിൻ്റെ ചില സബ്ജക്റ്റുകൾ ഉണ്ടാവും. ആ 60 മാർക്കിൽ നിങ്ങൾ 36 മാർക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾ ഡബിൾ പാസ്സാണ്. അപ്പം നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, ഇനി ഒന്നും കൂടി സാറേ ഇതൊന്നും ഒരു ക്ലാരിറ്റി വരുത്തി തരാം. അതായത് നിങ്ങളൊരു വിഷയം എടുക്കാം, ഏതെങ്കിലും ഒരു സബ്ജക്റ്റ്, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം. ആ ഒരു സബ്ജക്റ്റിൽ നിങ്ങൾ ഇപ്പോൾ വാങ്ങിയ മാർക്ക് 30 ആണെന്ന് വിചാരിക്കാം. അതായത് 80 മാർക്കിൻ്റെ ഒരു സബ്ജക്റ്റാണ്, അതിൽ നിങ്ങൾ 30 മാർക്കാണ് വാങ്ങിയതെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾ +2 എക്സാം എഴുതുമ്പോൾ ഇനി നിങ്ങൾക്ക് എത്ര മതി? 18 ഉണ്ടെങ്കിൽ എത്രയായി? 48ആയി. നിങ്ങൾ പാസ്സാണ്. പക്ഷെ നമുക്ക് വേണ്ടത് പാസ് മാർക്കല്ല. പാസ് മാർക്ക് കൊണ്ട് പോയി കഴിഞ്ഞാൽ എവിടെയും സീറ്റ് കിട്ടാനില്ല. അപ്പം നിങ്ങൾ ഇപ്പോൾ ഡബിൾ പാസ്സായ കുട്ടികൾ ഒരിക്കലും ഞങ്ങൾ പാസ്സായല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് +2 ഇനി ഞങ്ങൾക്ക് പേടിക്കേണ്ടതില്ലല്ലോ എന്ന് വിചാരിച്ച് ഭയങ്കര കൂളായിട്ട് നടന്നാൽ, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഞാൻ പറയാണ്, +2 കഴിഞ്ഞു ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് നിങ്ങൾ കോളേജിലേക്ക് അഡ്മിഷന് പോകുമ്പോൾ അപ്പം നിങ്ങൾക്ക് എവിടെയും സീറ്റ് ഇല്ലാതിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കൾ, ഡബിൾ പാസ് ആയവരാവട്ടെ നല്ല മാർക്കുള്ളവരാവട്ടെ, നല്ല മാർക്കുള്ളവർ ഇതേപോലെ തന്നെ അടിപൊളിയായിട്ട് പഠിക്കുക. ഇനി കുറച്ച് മാർക്ക് കുറഞ്ഞവരാവണമെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട, നമ്മൾ കൂടെയുണ്ട്. നമ്മൾ ഒരുമിച്ച് കൊണ്ട് +2 നിങ്ങൾക്ക് വേണ്ടവോളം അടിപൊളി ക്ലാസ്സുകളൊക്കെ തന്ന് നിങ്ങളെ നമ്മൾ ഒരുമിച്ച് കൂടെ മുന്നോട്ട് പോകും. സെറ്റല്ലേ മക്കളെ? അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയങ്ങൾ ഫെയിലായിട്ടുണ്ടെങ്കിലോ, ഫെയിലാവാന്നല്ല, കുറച്ച് മാർക്ക് +1 അങ്ങനെ എന്തില്ല, ഒരു ഫെയിൽ എന്നുള്ളൊരു സിസ്റ്റം ഇല്ല. അതിനാണ് ഞാൻ പറഞ്ഞത് 10, ഇനിയിപ്പോൾ ഒരു 10 മാർക്ക് കിട്ടിയെന്ന് വിചാരിക്കുക, ഇനി ഒരു 10 മാർക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ 10 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 80 മാർക്കിൻ്റെ വിഷയമാണെങ്കിൽ 38 മാർക്ക് അടുത്ത +2 എഴുതി വാങ്ങിയാൽ മതി. അത്രേ ഉള്ളൂ. കുറച്ച് ടൈറ്റ് ആവുന്നു മാത്രം. ഓക്കെ, ഈ ഡബിൾ പാസ് കിട്ടിയ ആൾക്കാർക്ക് കുറച്ച് ആശ്വസിക്കാം, വേറെ ഒന്നുമില്ല. അപ്പോൾ ആശ്വസിച്ച് കൊണ്ട് ഇരിക്കുന്നവരോടാണ് പറയുന്നത്, അങ്ങനെ ഇരിക്കരുത്. +1 +2 കൂടി ഒരുമിച്ച് ഒറ്റ സർട്ടിഫിക്കറ്റ് ആവും വരാം, അല്ലാതെ SSLC പോലെ ഒറ്റ 10ാം ക്ലാസ്സിലെ മാർക്ക് മാത്രം നോക്കിയിട്ടല്ല വരാം. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഹാപ്പി അല്ലേ? എല്ലാവരും ഹാപ്പിയാണെന്ന് തന്നെ വിചാരിക്കുന്നുണ്ട്. ബൈ ബൈ.